എന്നിരിക്കട്ടെ, ഈ ഫോർക്ക് ഞാൻ തൊണ്ടക്കുഴിയിലേക്ക് ഇറക്കും. വായടച്ചിരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാൻ നോക്ക്. മേഘനന്ദ, എന്തൊരു കെയറിംഗ് ആണ് മിഥുന്. ഇത് അനുവദിച്ചു കൊടുത്തൂടാ. ഒന്ന് കണ്ണു തെറ്റി ആണല്ലേ വർഗം. നീ ആ വെള്ളം നീട്ടിയപ്പോ തന്നെ എന്റെ ഒക്കെ നിന്നുപോയി. മാഡം, ഞാൻ റൂമിലേക്ക് പോവാ. ഹലോ മിഥുൻ നന്ദൻ. എന്തു പറ്റി മിഥുൻ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാടോ പ്രവീൺ മാധവ്. ഹലോ മഞ്ജരി, ഹൗ ആർ യു? എന്നെ തനിക്ക് പരിചയം ഉണ്ടാവാൻ വഴിയില്ല. പക്ഷെ താൻ ആരാണെന്നും തന്റെ ത്യാഗം എത്ര വലുതാണെന്നും എല്ലാം എനിക്കറിയാം. യു ആർ സോ ലക്കി മിഥുൻ. നിന്നെ ജീവന തുല്യം സ്നേഹിച്ച പെണ്ണ് നിന്റെ നന്മയ്ക്ക് വേണ്ടി ആ സ്നേഹം പോലും ത്യജിച്ച് മറ്റൊരുത്തിയെ കൊണ്ട് നിന്നെ താലി കെട്ടിച്ചിട്ട് പിന്നെയും നിന്റെ ബിസിനസ്സിൽ നിന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിന്നോളം വലിയ ഭാഗ്യവാൻ വേറെ ആരും ഉണ്ടാവില്ല. യു ആർ സോ ലക്കി. ഗോഡ് ബ്ലസ് യു മഞ്ജരി. താങ്ക് യു സർ. മഞ്ജരി, നീ പോയിക്കോ. അതല്ല മിഥുൻ. ഐ സെഡ് ഗോ. ഓക്കെ. മിഥുൻ, നിന്റെ വിക്കിപീഡിയ മൊത്തം എന്റെ കൈക്കുമ്പിളിലുണ്ട്. അടി കിട്ടിയാലെങ്കിലും നന്നാവൂന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നിനക്കൊരു മാറ്റമില്ല. ഞാൻ എന്നും ഒരുപോലെയാണ് മിഥുൻ. നീയും നിന്റെ തന്തപ്പടിയും എന്റെ വഴിയിൽ കടന്നു വന്ന് എന്റെ കച്ചവട സാമ്രാജ്യത്തെ തകർത്തു. എനിക്ക് വലിയൊരു അവാർഡ് കിട്ടിയപ്പോ എന്നെപ്പറ്റി വേണ്ടാധീനം പറഞ്ഞുകൊടുത്ത് ആ അവാർഡ് നീ തട്ടിത്തെറിപ്പിച്ചു. സമൂഹത്തിലുണ്ടായിരുന്ന എന്റെ നല്ല പേര് നശിപ്പിച്ച് നാറാണക്കല്ല് പറിച്ചു. തീപ്പെട്ടി പോലത്തെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ ചതിച്ചത് നീയാണ് പ്രവീൺ. നിലവാരമില്ലാത്ത ബിൽഡിങ്സ് കെട്ടിപ്പൊക്കി ജനങ്ങളുടെ കാശ് പറ്റിച്ചത് നീയാ. ഇതുപോലെ ജനങ്ങളെയും സർക്കാരിനെയും വഞ്ചിക്കുന്നവർക്കൊക്കെ പതനം മാത്രമേ ഉണ്ടാവൂ. നിനക്ക് സംഭവിച്ചു അത് തന്നെ. ചെയ്ത തെറ്റ് മനസ്സിലാക്കാൻ നോക്ക. മനസ്സിലാക്കാൻ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. പശ്ചാത്താപം എന്റെ നിഘണ്ടുവിലുമില്ല. പകയും പ്രതികാരവും മാത്രമേ അതിലുള്ളൂ. എന്നെ നിലം പറ്റിച്ച നീ തരിപ്പണമാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നെപ്പോലെ തന്നെ നിന്നെയും ഞാൻ വലിച്ച് താഴെയിടും. എനിക്ക് നേരിട്ട അപമാനം നീയും അനുഭവിക്കണം മിഥുൻ. നിന്റെ ഈ ടർക്കി യാത്ര എന്നും നിനക്കൊരു ദുസ്വപ്നമായി മാറും. നീ ഓർമ്മിച്ചു വെച്ചോ.
ഈ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിനെ ഈ ചെതുമ്പലുകളുണ്ടെന്ന് കരുതി അത് ചിറകാണെന്ന് വിചാരിച്ച് പറക്കാൻ നോക്കരുത് പ്രവീൺ. പറന്നാൽ അത് നിന്റെ ഒടുക്കത്തെ പറക്കലാവും. ഇതുവരെ ചെയ്തു കൂട്ടിയൊന്നും പോരാഞ്ഞിട്ടാണോ പകയുടെ പേരും പറഞ്ഞ് വീണ്ടും സ്വന്തം തലയെ മണ്ണുവാരിയിടുന്നു? അതിനിത് മംഗലാപുരമല്ല മിഥുൻ, ടർക്കി. നീ ഇവിടെ ഒരു സന്ദർശകൻ മാത്രം, പക്ഷെ ഞാനിവിടെ വേരുറച്ചവനാ. ഇവിടുത്തെ എന്റെ പിടിപാട് നിനക്കറിയില്ല, അത് നീ മറക്കണ്ട. വരാനിരിക്കുന്ന അപകടത്തെ നേരിടാൻ ഒരുങ്ങിയിരുന്നോണം ഇത്. എന്താ നാളെ ഔട്ടിങ്ങിന് പോവാണെന്നോ? എടാ, എനിക്ക് വരാൻ പറ്റില്ലടാ, വീട്ടിൽ ഒത്തിരി ജോലിയുണ്ട്. പിന്നെ എന്റെ അനിയത്തിയുടെ കല്യാണക്കാരെ സംസാരിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ടേ. തൽക്കാലത്തേക്ക് നിങ്ങൾ പോയിട്ട് വാ, ഞാൻ നെക്സ്റ്റ് ടൈം വരാം. ശരിടാ, ബൈ. ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. സഞ്ജന, നീ എന്തിനാ ഈ കരയുന്നേ? ഒന്നുമില്ല ഏട്ടാ, ഞാൻ കരഞ്ഞതൊന്നുമല്ല. എന്നോട് നീ ഒളിപ്പിക്കാൻ ശ്രമിക്കല്ലേ? നിന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നുണ്ടല്ലോ. എന്താ നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നേ? ഈ ചേട്ടനോടെങ്കിലും ഒന്ന് പറ. ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ. ഒന്നുമില്ലെന്ന് നീ എന്റെ തലത്തോട്ട് സത്യം ചെയ്തേ. എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം, പറ. എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല ഏട്ടാ. ഈ എന്താ പറഞ്ഞേ? ഇഷ്ടമല്ലെന്നോ? പിന്നെ ഇത്രയും നാളായിട്ട് നീ അതെന്താ പറയാതിരുന്ന സഞ്ജന? ഞാൻ ഓൾറെഡി മോമിനോട് പറഞ്ഞതാണ് ഏട്ടാ, പക്ഷെ മോം കേൾക്കുന്നില്ല ഏട്ടാ. അഡ്ജസ്റ്റ് ചെയ്ത് പോണം, പെണ്ണായാലെല്ലാം സഹിക്കാൻ പഠിക്കണമെന്ന് എന്നെ ഉപദേശിക്കാനാ ശ്രമിക്കുന്നെ. മാത്രല്ല, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ മരിച്ചു കളയൂന്നാ പറയുന്നേ. എന്താന്ന്? ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നോ? അതെ വിവേകേട്ടാ, എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലെന്ന് മേഘനേട്ടത്തിക്ക് അറിയാം ഏട്ടാ. അതുകൊണ്ടാ അന്ന് ഈ കാര്യത്തെക്കുറിച്ച് എല്ലാരെയും അറിയിക്കാനായി ഏട്ടത്തി ശ്രമിച്ചത്, ഈ ആലോചന ഇവിടം കൊണ്ട് നിർത്താൻ ശ്രമിച്ചത്. എന്റെ മോക്കൊരു നല്ല ബന്ധം ഒത്തു വന്നപ്പോ അത് നശിപ്പിക്കാനാണ് ഈ മേഖലയുടെ പ്രയത്നം. അല്ല ചെറുമേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്ത് പേടിച്ചിട്ടാണ് സഞ്ജന സത്യം പറയാത്തത്? വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് വെറുതെ എല്ലാരെ കൊണ്ടും എന്തിനെങ്ങനെ പറയിക്കുന്നേ? നിനക്കിത് എന്തിന്റെ കേടാ മേഘനെ? നിനക്കിതുകൊണ്ട് എന്താ ലാഭം? ഇന്ന് ഞാൻ പറഞ്ഞ സത്യങ്ങൾ നാളെ ഒരു നാൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കും. പക്ഷെ അന്ന് എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും. അന്ന് ചിലപ്പോ അത് തിരുത്താൻ പോലും പറ്റിയെന്ന് വരില്ല. അപ്പൊ അന്ന് മേഘനടുത്തി നിന്നോട് ഈ കല്യാണത്തിന് ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോ അതേന്ന് പിന്നെ നീ എന്തിനാ പറഞ്ഞ സഞ്ജന? ഞാൻ പറഞ്ഞില്ലേ ഏട്ടാ, മോം അപ്പോഴെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയെ. ഞാൻ വല്ലതും പറഞ്ഞ മമ്മിക്ക് വല്ലതും പറ്റുമോന്നോർത്താ ഞാൻ ആ സമയത്തൊന്നും പറയാതിരുന്നത്. അന്ന് എല്ലാരും പാവം മേഘനടുത്തിയെ കുറ്റപ്പെടുത്തി. മേഘനടുത്തി മനഃപൂർവ്വം കല്യാണം മുടക്കാൻ വരെ ശ്രമിക്കാന്ന് പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോ ഞാനും മേഘനടുത്തിയെ ഒരുപാട് തെറ്റിദ്ധരിച്ചു. നിന്റെ കല്യാണം മേഘനടുത്തി മനഃപൂർവ്വം മുടക്കാൻ ശ്രമിക്കാന്ന് ഈ പൊട്ടനും വിശ്വസിച്ചു പോയി. പാവം, നിന്റെ നല്ല ഭാവിയെക്കുറിച്ച് ഓർത്ത് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഏട്ടത്തി അന്ന് എല്ലാ പഴിയും ചുമന്നത്. ശരിയാണ് ഏട്ടാ, സന്തോഷ് എനിക്ക് ചേരുന്നവനെയല്ല. അയാളുടെ അഭിപ്രായങ്ങളും അഭിരുചികളും ഒന്നും എനിക്ക് ചേരുന്നതുമല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഈ കാര്യത്തെക്കുറിച്ചെല്ലാം ഏട്ടത്തിക്ക് അറിയാം. അതുകൊണ്ടാണ് അന്ന് ആ കാര്യം എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഏട്ടത്തി പറഞ്ഞത്. പക്ഷേ അന്ന് ഞാൻ മിണ്ടാതെ നിന്നോണ്ട് ഏട്ടത്തി എല്ലാവരും തെറ്റിദ്ധരിച്ചു. ഞാൻ ഇപ്പോഴെ സത്യം മനസ്സിലാക്കുന്ന സഞ്ജന, ഏട്ടത്തി പറയുന്നതിൽ കാര്യം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാതെ ഞാനും ഏട്ടത്തിയെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഓട്ടെ, സാരമില്ല. ഇപ്പോഴെങ്കിലും ചെന്ന് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് മോമനോട് പറഞ്ഞേക്കെ. ഏട്ടൻ ചെന്ന് പറഞ്ഞാലും മോം അത് കേൾക്കില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് കരുതി ഇഷ്ടമില്ലാത്തവനെ നീ കെട്ടാൻ പോവാണെന്നാണോ? ഇപ്പൊ മേഘനേട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയേനെ. എങ്ങനെയെങ്കിലും എല്ലാരെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയേനെ.
പക്ഷെ ഏട്ടത്തി ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. നീ അതോർത്ത് പേടിക്കേണ്ട സഞ്ജനെ. നാളെ ഞാൻ ഏടത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് നേരിട്ട് തന്നെ എല്ലാം സംസാരിക്കാം. ഓക്കെ? ശരി വിവേകേട്ടാ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയല്ലേ മതിയാവൂ. നീ ധൈര്യമായിട്ടിരിക്കെ. വാ. എന്നെ നിലം പറ്റിച്ച നീ തരിപ്പണമാവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് നേരിട്ട അപമാനം നീയും അനുഭവിക്കണം മിഥുൻ. നിന്റെ ഈ ടർക്കി യാത്ര എന്നും നിനക്കൊരു ദുസ്വപ്നമായി മാറും. നീ ഓർമ്മിച്ചു വെച്ചോ. വരാനിരിക്കുന്ന അപകടത്തെ നേരിടാൻ ഒരുങ്ങിയിരുന്നോണം മിഥുൻ. മിഥുൻ സാറേ, എന്താ മേഘനന്ദേ? നാളത്തെ അവാർഡ് ഫംഗ്ഷനില് മിഥുൻ സാർ എന്താ പ്രസംഗിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാ ഞാനതൊരു ഡോക്യുമെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു തരാം. എനിക്ക് 11 മൂഡില്ല മേഘനന്ദേ. താൻ പോയി കിടന്നോളൂ. എന്തു പറ്റി സർ? ഒന്നുമില്ല. അതല്ല സർ, സാറിന്റെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ സാർ ഒരു കാര്യം ഓർത്തോളൂ, ഒരു കാര്യത്തിന് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കാതിരിക്കാം. മറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് സൊല്യൂഷൻ കൃത്യമായും കിട്ടിയിരിക്കണം. സോ ഇപ്പൊ സാർ ആലോചിക്കുന്നത് ഏത് കാറ്റഗറിയിൽ ചേരുമെന്ന് ചിന്തിച്ചിട്ട് എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കണോ എന്ന് തീരുമാനിക്കാം. യു ആർ റൈറ്റ് മേഘനന്ദേ, പറഞ്ഞത് കറക്റ്റാ. മേഘനന്ദേ, വാട്ട് ഇസ് ദിസ്? ഒരു പഴുത് കിട്ടിയാ മതിയല്ലോ. മിഥുന്റെ പുറകേന്ന് മാറിയില്ലല്ലേ? നീ നിന്റെ ലിമിറ്റ്സ് ഒന്ന് മനസ്സിലാക്കിയാ കൊള്ളാം. എന്നിവിടേക്ക് വിളിച്ചിട്ട് വന്നത് സമയത്തിന് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി അല്ലല്ലോ മാഡം. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു സഹായത്തിന് വേണ്ടിയല്ലേ? ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ കിട്ടുമോ എന്ന് നോക്കാൻ. ഇപ്പോഴും ഞാൻ അതിന് തന്നെ ശ്രമിക്കുന്നത്. അവാർഡ് ദാന ചടങ്ങിലെ പ്രസംഗത്തിന് മിഥുൻ സാറിന് ഞാൻ എന്തെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ എന്ന് തിരക്കായിരുന്നു. ഇങ്ങനെ 24 മണിക്കൂറും പുറകെ നടന്ന് ചോദിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അതിനൊരു സമയവും കാലവും ഒക്കെ ഉണ്ട്. എക്സ്ക്യൂസ് മീ. ഇത് നിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ്. എന്താ മഞ്ജരി മാഡം ഇവിടെ? ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നമ്മുടെ ദേഷ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. മാഡത്തിന്റെ ദേഷ്യം മാഡത്തിന്റെ സൗന്ദര്യത്തിന് ചേരുന്നില്ല. മാഡത്തിന്റെ ഫ്രസ്ട്രേഷൻ മാഡത്തിന്റെ മുഖത്തിന്റെ തിളക്കം കരിവാളിപ്പിക്കുന്നു. വേണ്ട മാഡം, മാഡം ഒന്ന് സമാധാനിക്കേ. എന്നാലല്ലേ ഒരു രസമൊക്കെ ഉണ്ടാവുള്ളൂ. രസമില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കറി പോലെയാ മാഡം. എടാ കുരുവി, നിന്റെ പ്രസംഗം നിർത്തുന്നുണ്ടോ? ഇനി വാ തുറന്ന നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. പോടെ അവിടെന്ന്. മിഥുൻ, നിന്റെ ബിസിനസ് ഡിസ്കഷൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് പോയാലോ? നടക്ക്. താൻ നടക്ക്. മേഘനന്ദ, 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 മേഘനന്ദ. മേഘനന്ദ, മേഘനന്ദ. എങ്ങനെ താൻ വീണത്? ശ്രദ്ധിച്ചില്ല, കാലിൽ തന്നെ പോളിലേക്ക് വീണുപോയി.
ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മേഘനന്ദേ? അതുപോലെ തന്നെനിക്ക് മിഥുനായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയില്ല ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത്. വീട്ടില് മേഘനയായിരുന്നു തടസ്സം. ഇവിടെ ഈ പിശാശി മേഘനന്ദയും. എന്തു പറ്റി മേഘനന്ദേ? ആകെ നനഞ്ഞു കുളിച്ചല്ലോ. കാല് തെന്നിപ്പോയി സ്വിമ്മിംഗ് പൂളിലേക്ക് വീണു മാഡം. സമയത്ത് മിഥുൻ സാറാ വന്ന് രക്ഷപ്പെടുത്തിയത്. വാട്ട്? മിഥുൻ സാറ് രക്ഷിച്ചെന്നോ? എന്നുവെച്ചാ നിന്നെ പൊക്കിയെടുത്തോ അവൻ? അതെന്താ മാഡം അങ്ങനെ ചോദിച്ചാ? ജീവൻ പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുവോ? വല്ല കയറോ കമ്പോ ഇട്ട് തന്നാ പോരായിരുന്നോ? അതിനു പകരം നിന്നെ പൊക്കിയെടുത്ത് രക്ഷിക്കണമായിരുന്നോ? മാഡത്തിന്റെ അത്ര ബുദ്ധിയൊന്നും മിഥുൻ സാറിന് ഇല്ലായിരിക്കും മാഡം. ആ സമയത്ത് അത്രയും വലിയ ചിന്തയൊന്നും തോന്നിയില്ലായിരിക്കും. മിഥുനോടടുക്കാൻ ഞാൻ ഇവിടെ കിണഞ്ഞു പരിശ്രമിക്കുമ്പോ ഇവക്കാണല്ലോ അതിന് ഭാഗ്യം കിട്ടുന്നേ. ഛേ, മിഥുൻ, നിന്റെ രീതികളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആ മേഘനന്ദ സ്വിമ്മിംഗ് പൂളിൽ വീണെന്ന് വെച്ച് നീ അവളെ രക്ഷിക്കാൻ വേണ്ടി ചാടിയോ? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മഞ്ജരി? അവിടെ ഞാൻ കണ്ടത് ഒരു പെൺകുട്ടിയുടെ ജീവൻ മാത്ര. ആ സമയത്ത് ചാടി രക്ഷിക്കണമെന്നോ അരികെ നിന്നുകൊണ്ട് രക്ഷിക്കണമെന്നോ ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല എനിക്ക്. രക്ഷിക്കാനായിരുന്നെങ്കിൽ അതിന് പല രീതികളും ഉണ്ടാവും. ഒന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യമുള്ളൂ. അവക്ക് വേണ്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീ ഇങ്ങനെ റെഡിക്കുലസ് ആയിട്ട് സംസാരിക്കില്ല മഞ്ജരി. അതല്ല മിഥുൻ. വിൽ യു പ്ലീസ് സ്റ്റോപ്പ് ദിസ് ടോപ്പിക് മഞ്ജരി? നാളെ അവാർഡ് ഫംഗ്ഷൻ ഉള്ളതാ. ഇങ്ങനത്തെ യൂസ്ലെസ് ടോപ്പിക്കും കൊണ്ടുവന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതിരുന്നാ കൊള്ളാം. പ്ലീസ് ഗോ ആൻഡ് സ്ലീപ്. ഗുഡ് മോർണിംഗ് മോം. മോനെ, ഇന്നല്ലേടാ നിന്റെ അവാർഡ് ഫംഗ്ഷൻ? ആ അതെ മോം. ഓൾ ദ ബെസ്റ്റ് മോനെ. താങ്ക് യു സോ മച്ച് മോം. നിന്നെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു മോനെ. ഇതുപോലുള്ള അവാർഡുകൾ നിനക്ക് ഇനിയും ഒത്തിരി കിട്ടട്ടെ. ഞാൻ എത്ര അവാർഡ്സ് വാങ്ങിച്ചാലും അതിനെല്ലാം കാരണക്കാരി എന്റെ മോം തന്നെയല്ലേ. എന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിലും പിന്നെ എന്റെ ഈ വിജയങ്ങൾക്ക് പിന്നിലും വലിയൊരു ശക്തിയായി മോം എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലോ. എടാ ഇതിനെ എല്ലാത്തിനും കാരണം നിന്റെ മോമാണെങ്കിൽ പിന്നെ ഞാൻ ആരാടാ? മോം മാത്രല്ല ഡാഡ്. ഡാഡല്ലേ എപ്പോഴും എന്റെ ഗൈഡ്. അയ്യോ, കവർ ചെയ്യാൻ നീ ആളും എടുക്കനാ. ശരി മോനെ, ഫംഗ്ഷന് പോവാൻ സമയാവുന്നുണ്ടാവല്ലേ? നീ പോയിക്കോ. ഇന്ന് നിനക്ക് കിട്ടാൻ പോകുന്ന അവാർഡ് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ടിവിയിൽ ലൈവ് കാണുന്നുണ്ടാവും. ഓക്കെ മോം, ബൈ. ബൈ. സാറേ, സാർ ഇവിടെ നിൽക്കുമായിരുന്നു. ഹോട്ടൽ മുഴുവൻ സാറിനെ തപ്പി നടക്കുമായിരുന്നു. അതെന്തിനാ? സാറിനെ സ്പെഷ്യലായി ഇൻവൈറ്റ് ചെയ്യാനായി ഓർഗനൈസേഷന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓ, സാർ അങ്ങോട്ടേക്ക് വരണം. എന്തിനാ? അതിന് മഞ്ജരി മേഘനന്ദ ഇതുവരെ എത്തിയില്ലല്ലോ. അവരൊക്കെ പിന്നീട് വന്നോളൂ സാർ. ഇവരിപ്പോ സാറിന് മാത്രം കൊണ്ടുപോകാൻ വന്നിരിക്കുക. സാറ് പൊയ്ക്കോ. ഞാൻ മഞ്ജരി മേഡത്തെയും മേഘനന്ദ മേഡത്തെയും കൂട്ടിക്കൊണ്ട് വന്നോളാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ സാർ, വാ സാറേ.
ഇന്നത്തെ ഫംഗ്ഷനിലെ സ്പെഷ്യൽ അട്രാക്ഷനായി മിഥുനോടൊപ്പം അവാർഡ് വാങ്ങാനായി ഞാൻ സ്റ്റേജിൽ കയറും. മിഥുന്റെ ഭാവി ഭാര്യയായി. അങ്ങനെയെങ്കിലും ലോകരെല്ലാം എന്നെ ഒന്ന് അറിയട്ടെ. മാഡം, ഫംഗ്ഷന് പോവാൻ സമയമായില്ലേ? നമുക്കിന്ന് ഇറങ്ങിയാലോ? ഈ മേഘനന്ദയെ കാണാൻ വലിയ മെനയൊന്നുമില്ലെന്ന് കരുതിയ, പക്ഷെ ഒരുങ്ങിയിറങ്ങിയപ്പോ ആള് മിടുക്കിയാണല്ലോ. മാഡം കേട്ടില്ലേ? സമയാവുന്നു, നമുക്ക് പോയാലോ? ഹലോ, അവിടെ അവാർഡ് നിനക്കോ നിന്റെ ഭർത്താവിനൊന്നല്ലല്ലോ തരുന്നേ. എന്തിനാ ഇത്ര തിടുക്കം കൂട്ടുന്നേ? ബോസ് വരുന്നത് വരെ കാത്തു നിൽക്കണം. ബോസ് പറയുന്നത് അതേപടി അനുസരിക്കണം. പകരം എന്നോട് ആജ്ഞാപിക്കാൻ വരുന്നോ? അങ്ങനെയൊന്നുമില്ല മാഡം. അവാർഡ്സ് നമ്മുടെ ആർക്കെങ്കിലും കിട്ടിയാലേ സന്തോഷിക്കാവൂ എന്നില്ലല്ലോ. നമ്മുടെ ബോസിന് കിട്ടിയാലും അത് നമുക്ക് സന്തോഷം തന്നെയല്ലേ? മേഘനന്ദേ, എന്റെ മുമ്പിൽ കൂടുതൽ നീ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ബി കെയർഫുൾ, അണ്ടർസ്റ്റാൻഡ്? അതിരിക്കട്ടെ, ഈ ആർക്കെ ഇൻഡസ്ട്രീസിന്റെ കോൺട്രാക്ടിന് ഒരു ന്യൂ കോട്ട് വേണം. ആദ്യം ഫയൽ റെഡിയാക്ക്. മാഡം, അതിന് ഇനി ധാരാളം സമയമുണ്ടല്ലോ. പക്ഷെ അതെനിക്ക് ഇപ്പൊ തന്നെ വേണം. ആദ്യം അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. ഞാൻ താഴെ ഉണ്ടാവും. മഞ്ജരി എത്തിയോ? യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, ഗോർജിയസ്, ഗോർജുലസ്. വാട്ട്? ഗോർജുലാസോ? അതെന്താ? അത് ഞാനേ സ്വയം കണ്ടുപിടിച്ചൊരു പുതിയ പദവാ. ഗോർജസിനെക്കാളും കൂടുതൽ സൗന്ദര്യം ഉണ്ടെങ്കിൽ ഗോർജുലസ് എന്ന് പറയണം. എങ്ങനെയുണ്ട് മഞ്ജരി ഈ പുതിയ പദം? നിന്റെ മുഖം പോലെ മഹാവൃത്തി കെട്ടതാ. എവിടെ മിഥുൻ ഇതുവരെ വന്നില്ലേ? മിഥുൻ സാർ അപ്പഴേ ഇവിടെ നിന്ന് പോയല്ലോ. എന്ത്? മിഥുൻ പോയെന്നോ? അതേ മഞ്ജരി, മേഘനന്ദ മാഡം കൂടി വന്നാ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടാക്കാ. കുരുവി ഗോപി, മേഘനന്ദ വരില്ല. അതെന്തരാ? അവക്ക് എന്താ തലവേദനയാന്ന് പറഞ്ഞേ. എന്നാ ശരി മഞ്ജരി, നമുക്ക് രണ്ടര കൂടി പോവാ. വാ. അമ്മേ, അരുണുമേ, എല്ലാരും ഒന്ന് പെട്ടെന്ന് വന്നേ. ദേ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. സ്റ്റാർട്ടായോ? ഡാഡി പ്രോഗ്രാം ഇതുവരെ ഇല്ല. എല്ലാരും ഇരിക്കെ. Welcome everybody. We are very glad to announce these awards. There are so many industrialists in the world. They are showing their hard work towards the goals to achieve these kind of awards. But very few of them will be shining like stars. With their hard work, with their abilities, and with their commitments. ഹലോ മിസ്റ്റർ മിഥുൻ നന്ദൻ. അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി ഭയങ്കര ഒരുക്കത്തിലാന്ന് തോന്നുന്നല്ലോ. നീ അവിടെ കയറി സന്തോഷിക്കുമ്പോ എല്ലാവരും അപ്പൊ നിന്നെ കണ്ട് ക്ലാപ്പ് അടിക്കുമ്പോ എനിക്കത് കാണാൻ പറ്റില്ല മിഥുൻ. അതുകൊണ്ടേ ഈ അവാർഡ് നിനക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. പ്രവീൺ, നിന്റെ പകയും ശത്രുതയൊക്കെ തീർക്കാനുള്ള സമയം ഇതല്ലാന്ന് നന്നായി ഓർത്താൽ നിനക്ക് കൊള്ളാം. മറ്റെപ്പോഴെങ്കിലോ മറ്റെവിടെയെങ്കിലും വെച്ചോ കാണാം. നീ എന്നെ അത്രയ്ക്ക് മാത്രം അപമാനിച്ചവനാ. ആ അപമാനം ഇപ്പോഴും ഒരു മുള്ളുപോലെ എന്റെ ഹൃദയത്തിൽ കുത്തിക്കയറുന്നുണ്ട്. നിന്നോടുള്ള ആ പ്രതികാരം തീർത്തില്ലെങ്കിൽ ഞാൻ മരിച്ചാൽ എന്റെ ശവം പോലും കത്തിക്കരിയില്ല. എന്നെ പോലെ നീയും മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കപ്പെട്ടില്ലെങ്കിൽ എന്റെ മനസ്സ് തണുക്കില്ല മിഥുൻ. എനിക്ക് സമാധാനവും കിട്ടില്ല. മഞ്ജരി, അടിപൊളി ഡ്രസ്സാട്ടോ. കമ്മലാണെങ്കിൽ പൊളിയോ പൊളി. നിന്റെ ഹെയർ സ്റ്റൈൽ എന്നെ ഭ്രാന്ത് പഠിപ്പിക്കുന്നു. വാട്ട്സ് യുവർ പ്രോബ്ലം? മഞ്ജരി, ഞാൻ നിനക്ക് കോംപ്ലിമെന്റ്സ് തരയല്ലേ. ആ കോംപ്ലിമെന്റ്സ് മടക്കിയെടുത്തു. ആ മനസ്സിലായി. ഇപ്പൊ തന്നെ പോക്കറ്റ് വെച്ചോളാം. ആ നടക്ക്.
മിഥുൻ, ഞാൻ വൈകിയൊന്നുമില്ലല്ലോ. വൈകിട്ടൊന്നുമില്ല. മേഘനന്ദ വന്നില്ലേ? ഇപ്പൊ മേഘനന്ദ വന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷൻ മുടങ്ങുന്നില്ലല്ലോ. അതും നിനക്ക് അവാർഡ് തരില്ലെന്ന് പറയൂ. അതുകൊണ്ടല്ല മഞ്ജരി. അവളെ തനിച്ച് ഹോട്ടലിലാക്കിയിട്ടാണോ നീ വന്നിരിക്കുന്നേ? ഞാനൊന്നും തനിച്ചാക്കിയിട്ടില്ല. അവളെ വരുന്നില്ലെന്ന് പറഞ്ഞ് ആൾക്കൂട്ടുള്ളിടത്ത് അവക്കെന്തോ വിമ്മിഷ്ടാണത്രേ. അതുകൊണ്ട് ഹോട്ടലിൽ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു.